പലരും ചോദിക്കുന്നുണ്ട് 2000 വീട് എങ്ങനെ കൊടുക്കും കോർപ്പറേഷൻ. കാരണം ഞങ്ങളത് വളരെ മനോഹരമായിട്ട് വിനയത്തോടെ ആ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞാലാണ്. ഏത് പാർട്ടിയാണ് പറയുന്ന? കോൺഗ്രസ്സാണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിലപ്പുറം ഒരു കേസ് ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെയാണ് പറയുന്നത്. പൊങ്കാലയിൽ നല്ലൊരു പത്രസമ്മേളനമായിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ പാപ്പനംകോട് വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസംഗിച്ചു. അതിൽ പെടുത്തി പാവം അവർക്കറിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് അവർക്കറിയില്ല. ഇതിൽ പെടുത്തി എനിക്കൊരു വീട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരു ലേഡി ഒരു കത്തയച്ചു. പിന്നെ ബഹിഷ്കരിച്ച് പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ നിന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടി പരിപാടിയിൽ 10 3000-ഓളം തൊഴിലാളികളെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി മാത്രം, അതായത് തലേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഉറപ്പൊഴിയോ അങ്ങനെയൊന്നും ചെയ്യാത്ത, ഇപ്പോൾ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികളിലും വീട് നിർമ്മാണം നടക്കുന്നു. അതിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കും. ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണ്. വീട് കൊടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി 1 മണിക്ക് ബഡ്ജറ്റ് പാസ്സായി, 3 മണിക്ക് ടൗൺ പ്ലാനിംഗ് ചെയർമാൻ മീറ്റിംഗ് വിളിച്ചിരിക്കുക. ഇപ്പോൾ ചില സന്നദ്ധ സംഘടനകൾ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ നഗരം വൃത്തിയാക്കുവാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ പല സന്നദ്ധ സംഘടന, ചിലർ പ്രാദേശികമായിട്ടാണ്, ചിലത് പൊങ്കാല ഇടുന്ന എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കാമെന്ന് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അവർ മാറ്റുന്ന അതായത് ആ വേസ്റ്റ് നമ്മൾ മാറ്റിക്കൊള്ളാം. അവർ കളക്ട് ചെയ്യുന്ന മാലിന്യം അവർ സംസ്കരിക്കേണ്ട, കാരണം അവർക്ക് അതിൻ്റെ സിസ്റ്റം ഇല്ല. അത് കോർപ്പറേഷൻ സംസ്കരിക്കും. പക്ഷേ പല സന്നദ്ധ സംഘടനകളും തയ്യാറായി വന്നിട്ടുണ്ട്. എന്തായാലും കോർപ്പറേഷൻ അതിന് മുൻപുള്ള ശുചീകരണവും നടത്തും. പൊങ്കാല കഴിഞ്ഞാൽ എല്ലാ വർഷവും നടത്തുന്ന പോലെ അതിലിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഹെൽത്ത് ഓഫീസറുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ 1-2 പേര് ഫീൽഡിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളൊരു 3000-ഓളം തൊഴിലാളികളെ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി മാത്രം, അതായത് തലേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഉറക്കൊഴിയോ അങ്ങനെയൊന്നും ചെയ്യാത്ത, ഫ്രഷായിട്ടൊന്നും ചെയ്യാൻ തയ്യാറുള്ള ഒരു 3000 തൊഴിലാളികളെ, ഏകദേശം 2800-3000 വരെ തൊഴിലാളികളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ആവശ്യപ്രകാരം എല്ലാ സ്ഥലത്തേക്കും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള ഒരു 175-200 ഇടയ്ക്കുള്ള ടിപ്പർ ലോറികൾ ഈ ചവറ് കൊണ്ടുപോകാൻ വേണ്ടി അതെവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കേണ്ടതെന്നുള്ള സ്ഥലം പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞു. ഇത് കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നിരത്താനുള്ള JCB അതാ സ്ഥലങ്ങളിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം നടത്തി കഴിഞ്ഞു. പലപ്പോഴും ഈ ചവറ് കൊണ്ടുപോകുമ്പോഴേക്കും തീയൊക്കെ ഉണ്ടാവും. അതിൽ കൊണ്ടിടുമ്പോഴേക്കും പലപ്പോഴും അവിടെ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതാ സ്ഥലങ്ങളിൽ ഫയർ എഞ്ചിൻ ഉണ്ടാകാനുള്ള സാഹചര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നഗരം ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞങ്ങളിപ്പോൾ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്തും നേതൃത്വം നൽകിയൊക്കെ തന്നെ ഈ തൊഴിലാളികളോടൊപ്പം നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പരമാവധി സഹകരിക്കാൻ പറ്റുന്ന സംഘടനകളൊക്കെ തന്നെ കൂടെ കൂട്ടാനും ആലോചിക്കുന്നു. വേറെ എന്തെങ്കിലും? ഇന്ന് ബഡ്ജറ്റ് ചർച്ച ഉണ്ടായിരുന്നു, കുറേ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് തന്നെ വളരെ കിട്ടുന്നൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുനിന്നും, ജില്ലയ്ക്ക് പുറത്തുനിന്നും, ജില്ലയുടെ പല ഭാഗത്തും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരുൾപ്പെടെ ബഡ്ജറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം സ്വീകാര്യമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് കഴിഞ്ഞ 60 ദിവസം കൊണ്ട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. വേറെ എന്തെങ്കിലും? ഈ ചുടുകല്ലേ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വീട് നിർമ്മാണത്തിന് കൊടുക്കുന്നത് ലൈഫ് മിഷനിലേക്ക് ഉള്ള ഉപഭോക്താക്കൾക്കാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ അതിനുവേണ്ടി പ്രത്യേക ലിസ്റ്റ് ഉണ്ടോ ഉപഭോക്താക്കളുടെ? അല്ല, ഇപ്പം വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികളിലും വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കും. ഏത് പദ്ധതിയായാലും ആവശ്യക്കാരെ വരുന്നതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കും. കഴിഞ്ഞതിനിപ്പം കൊടുത്തതിൻ്റെ കണക്കൊക്കെ എങ്കിലുണ്ട്. ഒരു 2,90,000 കല്ലാണ് കഴിഞ്ഞതിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരു സംഭവം ഉണ്ടായി ബഡ്ജറ്റിനിടെ. UDF കൗൺസിലർമാര് ബഹിഷ്കരിച്ചുകൊണ്ട് പോയി. നിങ്ങളുടെ കൗൺസിലുള്ള ഒരു കൗൺസിലർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DGP ആണ്. അത് ആ വാദം തള്ളുന്നുണ്ട്, കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ കൗൺസിലുള്ള ഒരാൾക്കെതിരെ പോക്സോ കേസ് വരുമ്പോൾ ധാർമ്മികമായി രാജിവെക്കണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. ഒന്ന് പറയുന്ന കോൺഗ്രസ് ആണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിലപ്പുറം ഒരു കേസിൽ ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെയോട് പറയുന്നത്. പൊങ്കാലയുടെ നല്ലൊരു പത്രസമ്മേളനമായിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ശ്രദ്ധിച്ചാണല്ലോ കാര്യം. ഇത് ബഡ്ജറ്റ് ചർച്ചയും നടന്നത് ഇവിടെ. ഇന്ന് താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കേസിൻ്റെ ചർച്ചയും വിചാരണയല്ല.
ഇന്നലെ പൂർണ്ണമായിട്ടും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയവും പലരും പ്രസംഗിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ പാപ്പനംകോട് വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസംഗിച്ചു. അത് ഇന്നലെ പൊതു ചർച്ചയായിരുന്നു. ഇന്ന് ഹെഡ് തിരിച്ച് ഇനി ഈ അനുവദിച്ചതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാതെയാണ് ആ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതാണ്. അത് ബഡ്ജറ്റ് വിഷയം അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബഹിഷ്കരിച്ച് പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ ഇന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി, അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടി പരിപാടിയിൽ 10:30 ഇല്ലേ, അല്ല നിങ്ങൾ അന്വേഷിച്ച് വയ്ക്കൂ. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പാർട്ടി പരിപാടി ഉണ്ടാകും, കുറച്ചുകൂടെ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയതാണ് അവർ. അത്രയേ ഉള്ളൂ. പാർട്ടി പരിപാടിക്ക് പോകാൻ പറ്റും പോകണമെന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഒരു പ്രതിഷേധം നടത്തി. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക, അത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായി. ഈ ഭരണസമിതി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല. പറയും ആ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞാരാണ്? ഏത് പാർട്ടിയാണ്? അതൊക്കെ ഞാൻ പറയാമല്ലോ. ഇത് ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലമാണ്, കോർപ്പറേഷൻ കൗൺസിലാണ്. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. പോലീസും കോടതിയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നു. അതൊക്കെ ലീഗലി എന്തേ നല്ല ബഡ്ജറ്റാണ്, വളരെ നല്ല ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ചർച്ചയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നല്ല ബഡ്ജറ്റായിരുന്നു. എല്ലാവർക്കും, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ 50% വില കുറച്ച് മരുന്ന് കിട്ടും, സ്കാൻ ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അത്രയും നല്ല ബഡ്ജറ്റ്. വീട് പാവപ്പെട്ട 2000 പേർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2000 പേർക്ക് ഞങ്ങൾ താമസിപ്പിക്കുന്നില്ല. അടുത്ത ദിവസം നിങ്ങൾ പറഞ്ഞുതരാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ ആ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരുന്ന അറിയോ? നിങ്ങളുടെ തൊട്ട് ഈ ഹാളിൽ ഇവിടെ ഉണ്ട് മാധ്യമപ്രവർത്തകരെ നേരത്തെ നിങ്ങളുടെ വാല്യുബിൾ സമയമായതുകൊണ്ട് കൂടുതൽ ഇരുത്തണ്ട എന്ന് വെച്ചിട്ട് നേരത്തെ വിടാൻ വേണ്ടി ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ഇന്ന് ബഡ്ജറ്റ് ഉച്ചയ്ക്ക് പാസ്സായി. അദ്ദേഹം ഇപ്പോൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ ആൾക്കാരെ വിളിച്ച് അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും പത്രപ്രവർത്തകരല്ല, ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ടൗൺ പ്ലാനിങ്ങായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുകയാണ്. വീട് കൊടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി 1 മണിക്ക് ബഡ്ജറ്റ് പാസ്സായി, 3 മണിക്ക് ടൗൺ പ്ലാനിംഗ് ചെയർമാൻ മീറ്റിംഗ് വിളിച്ചിരിക്കുക. MCC വരുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടി. ഞങ്ങൾ 2000 പേർക്ക് വീട് കൊടുക്കാൻ പോവുകയാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഒരു ലോഗോ, ആ ലോഗോ ഒന്ന് പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് എത്ര ലക്ഷം പേരാ. ഞാനിത് പറഞ്ഞല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് കണ്ടിട്ട് വയനാട്ടിൽ നിന്ന് ഒരാൾ അയച്ച കത്ത് ഇന്നലെ എൻ്റെ വീട്ടിൽ കിട്ടി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, അതിൽ പെടുത്തി പാവം അവർക്കറിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയില്ല. ഇതിൽ പെടുത്തി എനിക്കൊരു വീട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരു ലേഡി ഒരു കത്തയച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ കളക്ടർക്ക് കൊടുത്തു, പലർക്കും കൊടുത്തു, ലൈഫ് മിഷനിൽ കൊടുത്തു, എനിക്ക് വീട് കിട്ടിയില്ല. ഇപ്പോൾ കത്തയക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അത്രത്തോളം ജനങ്ങൾ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചു നോക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇതിന് കൊടുക്കാൻ പണമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്, കോർപ്പറേഷൻ്റെ വീതം കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വീട് വേണമെന്ന് ആവശ്യക്കാരുമുണ്ട്. പക്ഷേ ഒരു തെറ്റായ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നവർ എത്ര പേരാ കടത്തിൻ്റെ കിടന്നുറങ്ങുന്നത്, എത്ര പേർ മരണപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭരണകൂടം ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ പകച്ചു നിൽക്കുന്നത് നല്ലൊരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ വിൽപ്പവരോട് തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. പലരും ചോദിക്കുന്നുണ്ട് 2000 വീട് എങ്ങനെ കൊടുക്കും കോർപ്പറേഷൻ. കാണാം, ഞങ്ങളത് വളരെ മനോഹരമായിട്ട് വിനയത്തോടെ ചെയ്ത് കാണിച്ച് 2000 കുടുംബങ്ങളും ഹൗസ് വാമിങ് കഴിഞ്ഞ് പാലുകാച്ചി കഴിഞ്ഞ് താമസമാകുമ്പോഴേക്കും നമുക്ക് കാണാം. ഓക്കെ, അതിനുള്ള പിന്തുണയാണ്, അല്ലാതെ താങ്ക് യു.